ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. 2023 1000 കോടി കളക്ഷൻ നേടിയെടുത്ത സിനിമകളിൽ ഒന്നാണല്ലോ SRK നായകനെത്തിയ അറ്റ്ലി സംവിധാനം ചെയ്ത ജവാൻ. ആ സിനിമയുടെ വൻ വിജയത്തിന് ശേഷം അറ്റ്ലി അടുത്തതായിട്ട് സംവിധാനം ചെയ്യുന്ന സിനിമകളിൽ ഒന്ന് അല്ലു അർജുൻ നായകനെത്തുന്ന സിനിമയായിരിക്കുമെന്ന് കഴിഞ്ഞ വർഷം മുതൽ തന്നെ റൂമറുകൾ ഉണ്ടായതാണല്ലോ. ഇപ്പോഴത്തെ ഈ ഒരു കോംബോയിലുള്ള സിനിമ നടക്കാനായിട്ട് സാധ്യത കുറവാണ് എന്നൊരു റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിന് കാരണമായിട്ട് പറയുന്നത് അറ്റ്ലിയുടെ പ്രതിഫലമാണ്. അല്ലു അർജുൻ സിനിമ സംവിധാനം ചെയ്യാനായിട്ട് 80 കോടിയാണ് അറ്റ്ലി പ്രതിഫലമായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാണ് അനിഭാഷ മീഡിയാസ് പുറത്തുവിട്ടിരിക്കുന്നത്. ഗീത ആർട്സ് ആണ് അല്ലു അർജുൻ സിനിമ നിർമ്മിക്കേണ്ടത്. അവർ അത് നൽകാനായിട്ട് തയ്യാറല്ല എന്നാണ് റിപ്പോർട്ടുകളായിട്ട് പുറത്തു വരുന്നത്. അറ്റ്ലി ഒരുപക്ഷെ മറ്റൊരു നടനെ സമീപിക്കാനുള്ള സാധ്യതകളാണ് നിലവിൽ കാണുന്നത്. ലിയോയുടെ റെക്കോർഡ് വിജയത്തിന് ശേഷം വിജയ് നായകനെ എത്തുന്ന ഇനി തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയാണല്ലോ ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. അതിനുശേഷം തളപതി 16 എന്ന നിലവിൽ പ്രഖ്യാപിക്കാത്ത സിനിമ കൂടി അഭിനയിച്ചതിന് ശേഷം വിജയ് മുഴുനീള രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമെന്നായിരുന്നു കഴിഞ്ഞ വർഷം മുതലേ വന്നുകൊണ്ടിരുന്ന റൂമർ. എന്നാൽ ഇപ്പോഴത്തെ കഴിഞ്ഞ 1-2 ദിവസങ്ങൾക്കിടയിൽ വന്ന മറ്റൊരു റൂമർ എന്തെന്നാൽ തളപതി 69 എന്ന സിനിമ നടക്കാൻ സാധ്യതയില്ല എന്നും ഗോട്ടിന് ശേഷം ഉടനെ രാഷ്ട്രീയത്തിൽ സജീവമാകാനായിട്ടാണ് വിജയുടെ പ്ലാൻ എന്നൊക്കെയാണ് നിലവിൽ റൂമേഴ്സ് ആയിട്ട് പുറത്തു വരുന്നത്. എന്നാൽ ഇതിനിടയിൽ തന്നെ വിനോദായിരിക്കും വിജയ് സിനിമ സംവിധാനം ചെയ്യുക എന്നും ചിത്രത്തിന്റെ പ്രഖ്യാപനം വിജയുടെ 50ാം ജന്മദിനത്തിൽ ഈ വരുന്ന ജൂൺ 22-ാം തീയതി ഉണ്ടാകുമെന്നാണ് വിജയ് ആരാധകരുടെ പേജുകളെല്ലാം തന്നെ പുറത്തുവിടുന്നത്. എന്തായാലും സത്യം എന്താണെന്ന് അടുത്ത 1-2 ആഴ്ചകൾക്കുള്ളിൽ അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. കാത്തിരിക്കൂ അടുത്ത വിജയ് സിനിമകളുടെ വാർത്തകൾ കേട്ടാം. കൽക്കി 2898 AD ഇവരുന്ന ജൂൺ 27-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തുന്ന അടുത്ത വമ്പൻ ഇന്ത്യൻ സിനിമയാണല്ലോ. ചിത്രത്തിലെ ഭൈരവ ആന്തം ഇന്ന് രാത്രി 8 മണിയോടെ പുറത്തു വന്നിരിക്കുകയാണ്. ദിൽജിത്ത് സംഗീതം നൽകുന്ന ഒരു ഗാനമാണ് ഇതിനോടകം തന്നെ പുറത്തു വന്നു കഴിഞ്ഞിരിക്കുന്നത്. ഈ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുന്ന മലയാളത്തിലെ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് ഉള്ളൊഴുക്ക്. ട്രെയിലറിനെല്ലാം തന്നെ നല്ല അഭിപ്രായങ്ങൾ ലഭ്യമായ ചിത്രത്തിലെ പാർവതി ഉർവശി കോംബോ ഒരുമിക്കുന്നു. ജൂൺ 21-ന് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തും. ഒട്ടനേകം അഭിമുഖങ്ങൾ ഇതിനോടകം തന്നെ വിവിധ യൂട്യൂബ് ചാനലുകളിലായിട്ട് വന്നിട്ടുണ്ട്. എല്ലാ മാസവും ഈ വർഷം വിജയമുണ്ട്. ജൂൺ മാസം ഇതുവരെ ഒരു വിജയം പോലും പിറന്നിട്ടില്ല. ഉള്ളൊഴുക്ക് അത് നേടിയെടുക്കട്ടെ എന്ന് ആശംസിക്കാം. ബേസൽ ജോസഫിന്റെ അടുത്ത തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന സിനിമ ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന നുണക്കുഴിയാണ്. ചിത്രം ഈ ജൂലൈ അവസാനത്തോടെ അതല്ലെങ്കിൽ ഓഗസ്റ്റ് ആദ്യവാരത്തോടെ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നു. ചിത്രം ഒരു ഡാർക്ക് കോമഡി എന്റർടൈനർ സിനിമ കൂടിയാണ്. സിനിമയുടെ ടീസർ ഉൾപ്പെടെയുള്ള റിലീസ് തീയതി ഉൾപ്പെടെയുള്ള അപ്ഡേറ്റുകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. നുണക്കുഴിയുടെ പ്രൊമോഷൻ പരിപാടികൾക്ക് ശേഷം ഉടനെ ജിത്തു ജോസഫ് സംവിധാനം ചെയ്യാനിരിക്കുന്നത് റാം എന്ന സിനിമയാണ്. ചിത്രത്തിന്റെ ചിത്രീകരണം ഓഗസ്റ്റ് മാസം തന്നെ ആരംഭിക്കുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. വിദേശ രാജ്യങ്ങളിലെ തുനീഷ്യയിലും മറ്റുമാണ് സിനിമയ്ക്ക് കൂടുതൽ ഭാഗങ്ങൾ ചിത്രീകരിക്കേണ്ടത്. ആദ്യ ഭാഗത്തിൽ ഇനി വെറും 10-20% ചിത്രീകരണം മാത്രമേ ബാക്കിയുള്ളൂ. ലാലേട്ടന്റെയും തൃശ്ശിയുടെയും കോംബോ രംഗങ്ങളെല്ലാം തന്നെ ഇതിനോടകം തന്നെ ഓഗസ്റ്റ് മുതൽ ചിത്രീകരിക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ സിനിമയുടെ ആദ്യ ഭാഗം ഈ വർഷം ഡിസംബറിൽ തന്നെ തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് ഇപ്പോഴും വരുന്ന റിപ്പോർട്ട്. കാത്തിരിക്കൂ കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ടാം.